നമസ്കാരം. വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഡേ സ്കോളേഴ്സ് ആണോ? ബോർഡിംഗ് ഉണ്ടോ ഇവിടെ? ഹോസ്റ്റൽ ഇല്ല. അപ്പോൾ എല്ലാവരും തൃശ്ശൂർക്കാരാണോ? കന്നി വോട്ടേഴ്സ് ഒന്ന് കൈപൊക്കിയേ. ബാക്കി വോട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. എല്ലാവരും 18 വയസ്സായില്ലേ? ആയോ? അതെന്താ പിന്നെ വോട്ടില്ലാത്ത? എല്ലാവർക്കും വോട്ടില്ലേ? അല്ല, കൈപൊക്കി കണ്ടില്ല എല്ലാവരും. 18 വയസ്സായിട്ടും വോട്ടില്ലാത്തവർ കൈപൊക്കിയേ. ഇതെന്ത് മാത്തമാറ്റിക്സ് ആണ്? എല്ലാവർക്കും വോട്ടുണ്ടോ? വോട്ടില്ലാത്തവരൊന്ന് കൈപൊക്കിയേ. നേരെ പൊക്ക്, ഇങ്ങനെ പൊക്ക്. അതെന്താ വോട്ടില്ലാത്ത? ആ കൈപൊക്കിയവർ മാത്രം ഇങ്ങനെ വന്നേ. വോട്ടില്ലാത്തവർ മാത്രം ഇങ്ങോട്ട് വന്നേ. അല്ല, അതിനകത്ത് നാണക്കേടൊന്നും വേണ്ട, വന്നേ. അതെന്താ വോട്ടില്ലാത്ത? അതെ, അതെന്താന്ന് ചോദിക്കുക. ടൈമില്ലേ? ചേർത്തിട്ടില്ലാന്ന്? ആരാ നമ്മുടെ ബൂത്ത്? അല്ല കേട്ടോ, മണിക്കുന്നുണ്ട് വരാം. വന്നോ? ഒരു ഇന്ത്യൻ പൗരൻ്റെ അല്ലെങ്കിൽ ഏതൊരു ജനാധിപത്യത്തിലും ആ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, ആ ജനാധിപത്യത്തെ ബലപ്പെടുത്തണം എന്ന് വിചാരിക്കുന്ന രാജ്യത്തോടും അതുവഴി വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ യൂണിവേഴ്സൽ കോൺസെപ്റ്റ് ഓഫ് ബ്രദർഹുഡ്, എല്ലാ ജനാധിപത്യങ്ങളും ശക്തമായി നിലനിൽക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ഓരോ പൗരൻ്റെയും അവകാശമല്ല വോട്ട്, ഉത്തരവാദിത്വമാണ് വോട്ട്. ഇറ്റ്സ് എ മേജർ റെസ്പോൺസിബിലിറ്റി വിച്ച് ഹാസ് ടു ബി കെപ്റ്റ്. സ്വന്തം കുടുംബത്തോട്, സ്വന്തം അച്ഛനമ്മമാരോട് എന്ത് ഉത്തരവാദിത്വമാണോ അത് രാഷ്ട്രത്തോടുണ്ടാകും. നമുക്ക് 18 വയസ്സ് തികഞ്ഞാൽ സിവിക്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ടോ? നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നോ? സിവിക്സ്, ഭരണഘടന എന്താണ് എന്നൊക്കെ പഠിപ്പിക്കുന്ന, ലോക്സഭയിൽ എത്ര സീറ്റാണ്, എന്താണ് ഒരു മിനിമം പ്രായം വോട്ട് ചെയ്യാൻ, എന്താണ് മിനിമം പ്രായം ഒരു സ്ഥാനാർത്ഥിയാകാൻ, ഇങ്ങനെയുള്ള എല്ലാ ഇന്ത്യൻ കണ്ടീഷൻസിലുള്ള പോളിറ്റിയുമായി ബന്ധപ്പെട്ട് സിവിക്സ് അങ്ങനെ ഒരു വിഷയം ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു 10th സ്റ്റാൻഡേർഡ് വരെ. അത് സോഷ്യൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിരുന്നു. ഹിസ്റ്ററി, ജോഗ്രഫി ആൻഡ് സിവിക്സ്, അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ICSEക്ക് വന്നിരുന്നത്. അപ്പോൾ അതിൽ യൂണിവേഴ്സൽ അഡൾട്ട് ഫ്രാഞ്ചൈസ് എന്ന് പറയുന്ന ക്ലിപ്തമുണ്ട്. ആ ക്ലിപ്തത്തിൽ ഇത് പറയുന്നുണ്ട്. 10ാം ക്ലാസ്സിൽ 16ാം വയസ്സിൽ പഠിച്ചെങ്കിൽ അന്ന് ആ ധാരണ മനസ്സിൽ, ഹൃദയത്തിൽ പതിയണം. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഒരു വോട്ട് ചെയ്യാനുള്ള എൻ്റെ ഉത്തരവാദിത്വം ഞാൻ 18ാം വയസ്സിൽ നിറവേറ്റുന്നത് ആ അവകാശ സ്ഥാപനത്തിലൂടെയാണ്. അതാണ് വോട്ടേഴ്സ് ID. അന്ന് വോട്ടേഴ്സ് ID ഇല്ല, പക്ഷേ വോട്ടേഴ്സ് ലിസ്റ്റിൽ പഞ്ചായത്തിലോ വില്ലേജിലോ പോയി
അത് രജിസ്റ്റർ ചെയ്ത് ചേർത്ത് ആവേശത്തോടെയാണ് ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ 18 വയസ്സായ ഉടനെ ഇലക്ഷൻ വന്നെന്ന് വരത്തില്ല. 21ാമത്തെ വയസ്സിലായിരിക്കും വരുന്നത്, 22ാമത്തെ വയസ്സിലായിരിക്കും വരുന്നത്. 25ാമത്തെ വയസ്സിൽ വരിക എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് 2ാമത്തെ ഇലക്ഷനായിരിക്കും, അല്ലേ? അപ്പോൾ ആ അവകാശം നിങ്ങൾ സ്ഥാപിക്കണം, ആ ഉത്തരവാദിത്വം നിങ്ങൾ നിറവേറ്റണം. ഇതാണ് ആദ്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒരു വോട്ട് പതിയാത്തതിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ, അതുപോലെ തന്നെ സ്വന്തം പ്രദേശത്തിൻ്റെ, അത് അസംബ്ലി ആയാലും പഞ്ചായത്ത് വാർഡായാലും കോർപ്പറേഷൻ കൗൺസിലായാലും ലോക്സഭയായാലും, നിങ്ങളുടെ വോട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിയായ നിശ്ചയം വന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയെ ചോദ്യം ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ ആ നടപടി. പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ വോട്ട് അവകാശം നേടിയിരിക്കണം, വോട്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റിയിരിക്കണം. അത് മിനിമം ആവശ്യമാണ്. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയ ഇഷ്ടം കാണും, അനിഷ്ടം കാണും, ഈ സംവിധാനത്തോട് യോജിപ്പില്ലാത്തവർ കാണും. പക്ഷെ ഈ സംവിധാനം പരക്കെ അംഗീകരിക്കപ്പെട്ട ഒരു സംവിധാനമായതുകൊണ്ട് നിങ്ങളുടെ പതിവ് രേഖപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞ ഒരു 10 വർഷത്തെയെങ്കിലും 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെയും പ്രതിനിധികൾ എന്ത് നിങ്ങൾ ആഗ്രഹിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്നവർ ആഗ്രഹിച്ചു, ആ ആഗ്രഹങ്ങളുടെ ഒരു സ്ഥാപനത്തിൻ്റെ അംശമെങ്കിലും വന്നോ, അത് ഫലവത്തായിരുന്നു എന്ന് പറയുന്ന വിലയിരുത്തൽ നടത്തണം. ഒരു പുതിയ മാറ്റത്തിൻ്റെ കാറ്റ് വീശണമെന്ന് തോന്നിയെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കണം, നിങ്ങളുടെ വോട്ട് നിശ്ചയിക്കണം. ആ പതിവും നിങ്ങൾ രേഖപ്പെടുത്തണം. ഇത്തവണ കന്നി വോട്ടർമാരടക്കം ബാക്കി പുതിയ വോട്ടേഴ്സായാലും 2ാം തവണ വോട്ട് ചെയ്യുന്നവരായാലും ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാവരും ഈ ഒരു അധ്യയന സംവിധാനത്തിൻ്റെ, ഇത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു. എന്തെനിക്ക് ചെയ്യാൻ സാധിക്കും എന്നതിൻ്റെ നേർരേഖ ഇവിടെ തൃശ്ശൂർ തന്നെ പലയിടങ്ങളിലും, ആവണിശ്ശേരി പഞ്ചായത്തിൽ ഞാൻ ദത്തെടുത്ത ആദർശ് ഗ്രാം യോജന പദ്ധതിയിൽ ദത്തെടുത്ത ഗ്രാമമായതുകൊണ്ട് കുറച്ചധികമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കോവിഡ് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ 10 കോടി, 2 വർഷത്തെ 10 കോടിയിൽ നിന്ന് 2 കോടിയെ കിട്ടിയിട്ടുള്ളൂ. അതിൻ്റെ ഞെരുക്കവും ഉണ്ടായിട്ടുണ്ട്. കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട്. അത് ശക്തൻ മാർക്കറ്റിലായാലും മറ്റ് വാഗ്ദാനം കൊടുത്ത പ്രദേശങ്ങളിലെല്ലാം 2019 തോൽപ്പിക്കപ്പെട്ട ഇലക്ഷനിൽ അന്ന് കൊടുത്ത വാഗ്ദാനങ്ങൾ നിറവേറ്റാനുള്ള അധികാരം എനിക്കാരും തന്നില്ല.